എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ മനോഹരവും എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സന്തോഷം. സന്തോഷം എന്നാൽ എന്താണ്? എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക? ചിലപ്പോൾ ഇതൊരു വലിയ ചോദ്യമായി തോന്നിയേക്കാം. തിരക്കിട്ട ഈ ലോകത്ത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. എന്നാൽ സത്യം പറഞ്ഞാൽ സന്തോഷം ഒരുപാട് ദൂരെ നിന്നുള്ള ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കണ്ടെത്താനും വളർത്തിയെടുക്കാനും എല്ലാ ദിവസവും ആ സന്തോഷം നിലനിർത്താനും സഹായിക്കുന്ന ചില വഴികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സന്തോഷത്തിലേക്കുള്ള ആദ്യ ചുവട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ സൗന്ദര്യങ്ങളെയും നിമിഷങ്ങളെയും തിരിച്ചറിയുക. പ്രഭാതത്തിലെ ശുദ്ധമായ കാറ്റ്, ഒരു പൂവിൻ്റെ സൗന്ദര്യം, ഒരു കുഞ്ഞിൻ്റെ ചിരി, ചൂടുള്ള ഒരു ചായ, ഇവയെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നവയാണ്. തിരക്കിനിടയിൽ ഇവയൊന്നും ശ്രദ്ധിക്കാതെ പോകരുത്. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക എന്നതാണ്. ഹോബികൾ നമ്മുടെ മനസ്സിന് ഉന്മേഷം നൽകുന്നവയാണ്. പാട്ടുപാടാനോ ചിത്രം വരയ്ക്കാനോ പുസ്തകങ്ങൾ വായിക്കാനോ നടക്കാനിറങ്ങാനോ സിനിമ കാണാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം പാചകം ചെയ്യാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്ത് തന്നെയായാലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പോഷിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. മൂന്നാമത്തെ പ്രധാന കാര്യം നല്ല ബന്ധങ്ങൾ വളർത്തുക എന്നതാണ്. സ്നേഹവും പിന്തുണയുമുള്ള സുഹൃത്തുക്കളും കുടുംബവും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകും. അവരുമായി സമയം ചെലവഴിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു പുഞ്ചിരി നൽകുന്നത് പോലും വലിയ സംതൃപ്തി നൽകും. കൊടുക്കുന്നതിലൂടെയാണ് സന്തോഷം വർദ്ധിക്കുന്നത്. സാമൂഹിക ബന്ധങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. നാലാമതായി, മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുക. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയും. നല്ല ചിന്തകൾക്ക് ഊന്നൽ നൽകാനും ശുഭാപ്തി വിശ്വാസം വളർത്താനും ശ്രമിക്കുക. ധ്യാനം, യോഗ അല്ലെങ്കിൽ പ്രഭാതത്തിൽ അല്പസമയം നിശബ്ദമായി ഇരിക്കുന്നത് എന്നിവയെല്ലാം മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ല വഴിയാണ്. ഒരു ചെറിയ ഡയറിയിൽ എല്ലാ ദിവസവും നന്ദി പറയേണ്ട കാര്യങ്ങൾ കുറിച്ചിടുന്നത് വളരെ പ്രയോജനകരമാണ്. അഞ്ചാമതായി, ശരീരവും മനസ്സും ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നതാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനമെന്ന് പറയാറുണ്ടല്ലോ. പതിവായ വ്യായാമം, പോഷകസമൃദ്ധമായ ഭക്ഷണം, ആവശ്യത്തിന് ഉറക്കം എന്നിവയെല്ലാം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. ആറാമതായി, പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും ശ്രമിക്കുക. പുതിയ അറിവുകൾ നേടുന്നത് നമ്മുടെ മനസ്സിന് ഉന്മേഷം നൽകും. ഒരു പുതിയ ഭാഷ പഠിക്കുകയോ ഒരു പുതിയ കഴിവ് നേടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുകയോ ചെയ്യാം. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന് പുതിയ അർത്ഥം നൽകുകയും ചെയ്യും. ഏഴാമതായി, സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും പഠിക്കുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ച് ചേർത്ത് വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം കെടുത്തുകയുള്ളൂ. സ്വയം ക്ഷമിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയ്ക്കുകയും കൂടുതൽ സ്വതന്ത്രമായി ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ സന്തോഷം ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യസ്ഥാനമല്ല. ഈ യാത്രയിൽ ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കാൻ നിങ്ങൾക്ക് കഴിയും. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് കഴിയും സന്തോഷം കണ്ടെത്താനും ആ സന്തോഷം നിങ്ങളുടെ ജീവിതം മുഴുവൻ നിലനിർത്താനും. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.